കർത്താവിൻ്റെ ധന്യമേറിയ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനും ദൈവ സന്നിധാനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാൻ കർത്താവ് ഒരുക്കിത്തരുന്ന അസുലഭമായിരിക്കുന്ന അവസരത്തെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ലോകം കടന്നു പോകുന്ന അതീവ ദുഷ്കരവും ഗൗരവകരമായിരിക്കുന്ന സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവഭക്തന്മാർക്ക് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവസന്നിധാനത്തിൽ സമയം ചെലവഴിപ്പാനും ലഭിക്കുന്ന അവസരം ഏറ്റവും ശ്രേഷ്ഠകരവും അത് ഭക്തി നിർഭരവുമായിരിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്കോരോരുത്തർക്കും സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് യെരൂശലേം പുത്രിമാരോട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ എന്ന് കർത്താവ് അവരോട് പറയുന്നു. സഹതാപമാണോ അഭിനന്ദനമാണോ ആവശ്യമായിരിക്കുന്നത് എന്നത് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ചരിത്രത്തിനെ എണ്ണായി വിധിച്ചുകൊണ്ട് കാലത്തിൻ്റെ തികവയിൽ ജഡാവതാരം എടുത്ത് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പരമയാഗമായി തീരുവാൻ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പിലാത്തോസിൻ്റെ അരമനയിൽ പിലാത്തോസിൻ്റെ മുൻപാകെ ന്യായവിസ്താരം കഴിക്കപ്പെടുന്ന ക്രിസ്തു ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ലോക ജീവിതം അവസാനിക്കുകയും പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായും നിറവേറപ്പെടുകയും ചെയ്യുന്ന അനുഭവത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുകയാണ്. പിലാത്തോസിന്റെ അരമനയിൽ നിന്ന് കാൽവരി ക്രൂശ് വഹിച്ചുകൊണ്ട് മോറിയ ദേശത്തുള്ള ആ മലയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഏകദേശം ചരിത്രകാരന്മാർ പറയുന്നത് പിലാത്തോസിന്റെ അരമനയിൽ നിന്ന് കാൽവരിയിലേക്കുള്ള ദൂരം 3 കിലോമീറ്റർ അടുത്തായിരുന്നു എന്നാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ മുഴുവനും കടന്നു പോകുന്ന പാതയിൽ ക്രിസ്തുവിനെ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് അറിയുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ഇരുവശവും ഇടുങ്ങിയതും വളഞ്ഞു വളഞ്ഞു പോകുന്നതുമായിരിക്കുന്ന ആ വഴിയുടെ ഇരുവശവും തിങ്ങിക്കൂടുവാനിടയായി തീർന്നു. അതിനിടയിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം പുരുഷന്മാരൊന്നടങ്കം അവനെ ക്രൂശിക്ക എന്ന് പിലാത്തോസിന്റെ ആരവം മുഴക്കിയതിന്റെ പിന്തുടർച്ചയാണ് പിന്നീട് കാണുവാനിട കഴിയുന്നത്. അപ്പോൾ തന്നെ ഈ തിങ്ങി നിൽക്കുന്ന പുരുഷാരത്തിന്റെ ഇടയിൽ ഗലീലയിൽ നിന്നുള്ള കുറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ ഗലീലയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചു വന്നതല്ല, യെരൂശലേം നിവാസികളായിരിക്കുന്ന യെരൂശലേമിൽ തന്നെ താമസിക്കുന്ന സ്ത്രീരത്നങ്ങളാണ്. അതുകൊണ്ടാണ് യേശു യെരൂശലേം പുത്രിമാരെ എന്ന സംബോധന ചെയ്യുവാനിടയായി തീർന്നത്. നാളെങ്കിൽ നന്മ ചെയ്യുവാനിടയായി തീർന്ന, രോഗികളെ ഉയർപ്പിക്കുവാനിടയായി തീർന്ന, മരിച്ചവരെ ഉയർപ്പിച്ച, രോഗികൾക്ക് സൗഖ്യം നൽകിക്കൊടുത്ത, ക്രിസ്തുവിന് സംഭവിക്കാനിടയായി തീർന്നിരിക്കുന്ന ദാരുണമായിരിക്കുന്ന സംഭവത്തിൽ വളരെ വേദനയോടെ ആ നല്ല യൗവനത്തിൽ
ആ ദീപത്തെ തല്ലി കെടുത്തുന്നല്ലോ എന്നുള്ള ചിന്ത അവരിലുണ്ടായതിൻ്റെ പരിണിത ഫലമായി അവരുടെ കണ്ണുകൾ ഈറനണിയുവാനിടയായിരിക്കും. അത് കണ്ട ക്രിസ്തു ആ സ്ത്രീരക്തങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ കരയേണ്ടത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും ഓർത്താണ് കരയുവാനിടയായിത്തീരേണ്ടത്. കാരണം അതിന് പിന്നീട് പറയുവാനിടയായിത്തീരുന്നുണ്ട്. ആ സ്ത്രീകളുടെ കരച്ചിലോടുള്ള യേശുവിന്റെ പ്രതികരണം അത് അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയല്ല, അവരോട് സഹതാപം കാണിക്കുന്ന ഒരു മനോഭാവമാണ് ക്രിസ്തുവിനുണ്ടാകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, ഇതിന് ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീ യേശുവിനുള്ള സ്നേഹവും ഭക്തിയും പ്രകടിപ്പിക്കുവാൻ സുഗതതൈലം കൊണ്ട് കർത്താവിനെ അഭിഷേകം ചെയ്യുവാനിടയായി തീരുമ്പോൾ കർത്താവ് അത് നിരസിച്ചില്ല, അത് സ്വീകരിക്കുകയും ആ പ്രവൃത്തിയിൽ നീരസം പൂണ്ട ശിഷ്യനോട് അവളെ പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. ഇങ്ങനെ നല്ലതിനെ എല്ലാറ്റിലും നന്മ കാണുവാനിടയായി തീർന്ന ക്രിസ്തു തനിക്ക് വേണ്ടി ചെയ്തതിനെ എല്ലാം വളരെ നല്ലതായി കാണുവാനിടയായി തീർന്ന ക്രിസ്തു എന്തുകൊണ്ടാണ് യേശുവിനെ പുത്രിമാരായിരിക്കുന്ന ചില സ്ത്രീകൾ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ സംഭവിപ്പാനിടയായി തീർന്നിരിക്കുന്ന ഈ അനുഭവത്തിനകത്ത് നിന്ന് കരയുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവാൻ കർത്താവ് പറയുന്നു. നാം ഓർക്കേണ്ട ഒരു വസ്തുത, കർത്താവ് ഇത് പറയുന്നതിന് ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന കാര്യം ആരുടെയും സഹതാപം കർത്താവായ യേശുക്രിസ്തുവിന് ആവശ്യമായിരുന്നില്ല. തനിക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു ദുർവിധിയോ തന്റെ അറിവ് കൂടാതെ സംഭവിച്ചതോ ആയ കാര്യമല്ല. മറിച്ച് തന്നെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവിന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം പൂർണ്ണമായും നിറവേറപ്പെടുവാനിടയായിത്തീരുന്ന ഒരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ സ്വന്തം ഇഷ്ടത്താൽ സ്വന്തം ഹിതത്താൽ പിതാവാം തന്നെ അയച്ച പിതാവാകുന്ന ദൈവത്തിന്റെ പൂർണ്ണമാകുന്ന ഇഷ്ടം ജീവിതത്തിനകത്ത് നിറവേറപ്പെടുവാൻ വേണ്ടി ക്രൂശിന്മേൽ സ്വയം സഹിപ്പാനിടയായിത്തീരുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് കാണുന്നത്. ഉറയിൽ നിന്ന് വാളെടുത്ത് വെട്ടുന്ന പത്രോസിനോട് പറയുന്നത്, ഇപ്പോൾ ഞാൻ അപേക്ഷിച്ചാൽ ഒരു ലഗ്യോനിലധികം ദൂതന്മാരെ വിടുവാൻ സാധ്യമായി തീരും. അതുകൊണ്ട് നീ നിന്റെ വാള് ഉറകിലിടുക, എനിക്കാരുടെയും സഹതാപം ആവശ്യമില്ല. ഞാൻ അനുവദിച്ചിട്ടല്ലാതെ, പിതാവ് അനുവദിച്ചിട്ടല്ലാതെ എന്നെ തൊടുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല എന്ന് കർത്താവ് പറയുകയാണ്.
ഇന്ന് പകൽ ദൈവവൈദ്യരെ നാം ദൈവസന്നിധാനത്തേക്ക് ആയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒരു വസ്തുത, ദൈവം അനുവദിക്കുന്നതല്ലാതെ, ദൈവം അറിഞ്ഞിട്ടുള്ളതല്ലാതെ മറ്റൊരു ജീവിത അനുഭവത്തിൻ്റെ അകത്തൂടെ നമുക്കാർക്കും കടന്നു വരികയില്ല. ദൈവം അറിഞ്ഞുകൊണ്ട് ദൈവത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് വരികയുള്ളൂ. യേശുക്രിസ്തുവിനെ കുരിശൊരു ഭാരമല്ല. യേശുക്രിസ്തു മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതാകുന്ന പിതാവ് തന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ഉത്തമമായിരിക്കുന്ന ചിന്ത തന്നെ ആകമാനമായി ഭരിപ്പാനിടയായിത്തീരുന്നത് കൊണ്ട് പിതാവാം ദൈവം തൻ്റെ കൂടെ ഉള്ളപ്പോൾ തനിക്ക് ഭയപ്പെടേണ്ട ദൈവം തന്നെയായിരിക്കുന്നു. ദൈവം കൂടെ ഉള്ളപ്പോൾ ഒന്നുമായി ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് പകൽ ഓർക്കണം, നമ്മുടെ ജീവിത പദ്ധതിയിൽ, നമ്മുടെ ജീവിതശൈലികൾ, നാം പോകുന്ന ഇടങ്ങളിലെല്ലാം പിതാവാം ദൈവം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധമായിരിക്കുന്ന ഭയത്തിൻ്റെയും ആവശ്യമില്ല. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ തന്നെ ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ദൈവഹിതം ജീവിതത്തിനകത്ത് നിറവേറപ്പെടുവാൻ ഒരുവൻ ആഗ്രഹിക്കുന്നു എന്ന് വരികിൽ ആ വ്യക്തിയുടെ ജീവിതം എപ്പോഴും സുഖവും ആയാസരഹിതവുമായിരിക്കത്തില്ല. പരുക്കൻ അനുഭവങ്ങളും ക്ലേശ നിർഭരമായിരിക്കുന്ന സാഹചര്യങ്ങളും ജീവിതത്തിനകത്ത് തരണം ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ആ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ടായിരിക്കും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും വേദനകളുടെയും ഒക്കെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പൂർണ്ണമാകുന്ന ഇഷ്ടം നിറവേറപ്പെടുവാനിടയായിത്തീരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, തന്നെക്കുറിച്ച് സഹതപിക്കുകയല്ല, തന്നെക്കുറിച്ച് അഭിമാനിക്കുകയാണ് വേണ്ടത്. കാരണം ഏറ്റവും ക്ലേശസമ്പൂർണമായിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും പിതാവിൻ്റെ ഇഷ്ടം നിറവേറപ്പെടുവാൻ വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായിത്തീരുന്ന ക്രിസ്തു. അപ്പോൾ തന്നെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രൂശിന്റെ അപ്പുറം ഈ ക്രൂശിൽ എന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. ക്രൂശിലെ മരണം ഒന്നിന്റെയും അവസാനമല്ല. ഞാൻ ക്രൂശിൽ മരിച്ചാലും എന്നെ കല്ലറക്കകത്ത് വെച്ചാലും 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഈ ദൗത്യ നിർവഹണത്തിൻ്റെ അകത്ത് എന്നെ അനുമോദിക്കുകയാണ് വേണ്ടത്. അനുശോചനമോ സഹതാപമോ ആവശ്യമില്ല എന്ന് കർത്താവ് പറഞ്ഞ് താൻ ത്യാഗപൂർണമായിരിക്കുന്ന ഈ സരണി തെരഞ്ഞെടുക്കുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ നാം കടന്നു പോകുന്ന അനുഭവത്തിന്റെ അകത്തൂടെ ദൈവം നമ്മെ മനസ്സിലാക്കുകയും ക്ലേശപരമായിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ അനുഭവത്തിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യവും ഹിതവും തിരിച്ചറിയപ്പെടുവാനിടയായിത്തീരുകയും ചെയ്യുക. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവ് ആരംഭിക്കുമ്പോൾ ഒരു വലിയ ജനാവലി തന്നെ അനുഗമിപ്പാനിടയായിത്തീർന്നിരുന്നു. മത്തായി സുവിശേഷത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നാനാഭാഗത്തു നിന്നുള്ള അനേകം ആളുകൾ യേശുക്രിസ്തുവിനെ അനുഗമിപ്പാനിടയായിത്തീർന്നു.
ക്രിസ്തു എവിടെ പോയി എന്നറിഞ്ഞാലും അവിടെയെല്ലാം ആയിരക്കണക്കിന് ആളുകളിൽ അവന്റെ പ്രസംഗം കേൾക്കുവാനും അത്ഭുതം കാണുവാനുമായി പല കാര്യങ്ങൾക്കായി അവിടെ കടന്നു വരുമായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ അന്ത്യനാഴിയിൽ പിലാത്തോസിന്റെ റോമാ പടയാളികളാൽ പള്ളിസേവകരാൽ പിടിക്കപ്പെടുമ്പോൾ അത്ഭുതം കണ്ടവരും അപ്പം തിന്നവരും സൗഖ്യം അനുഭവിച്ചവരും ആരും കൂടെയില്ല. എല്ലാവരും തന്നെ വിട്ട് ഓടിയൊടുപ്പാണ്ടേ. പകൽ പരിശുദ്ധാത്മാവിൽ നമുക്ക് പറയാനുള്ള ദൂത്, എല്ലായ്പ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ കരുതരുത്. നമ്മളെ വിട്ടുപോകുന്ന, നമ്മളെ ഉപേക്ഷിച്ചു പോകുന്ന, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, നമ്മളെ തള്ളിക്കളയുന്ന ഒരനുഭവം ജീവിതത്തിനകത്ത് ഉണ്ടാകുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് കർത്താവ് ഓർപ്പിക്കുവാനിടയായിത്തീരുന്നത്. ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് ഓർപ്പിക്കാനിടയായിത്തീരുന്നത്. ബി ഓഫ് ഗുഡ് ചിയർ, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രൂശിൽ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല, ഒരിടത്തും തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ടാലും തോൽപ്പിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് പറയുവാനിടയായിട്ട് ദൈവത്തിന്റെ പൈതങ്ങളെ, യെരുശലേം പുത്രിമാരുടെ കർത്താവ് പറഞ്ഞതുപോലെ യെരുശലേം പുത്രിമാർ സഹതാപം കൊണ്ടാണ് കരഞ്ഞത്. എന്നാൽ അവരുടെ കണ്ണുനീർ അസ്ഥാനത്തും അസംഗതവുമായിരുന്നു. എന്താണ് ക്രിസ്തുവിന്റെ ദൗത്യമെന്നോ ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്നോ മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെടുവാനിടയായിരിക്കും. എന്നുപോലെ ദൈവത്തിന്റെ യാത്രകളായിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട വസ്തുത വെറുതെ വിലപിക്കുകയല്ല. ഓരോ പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച്. ഓരോ കഷ്ടതകളുടെ നടുവിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഓരോ അനുഭവങ്ങളുടെ നടുവിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മളെക്കുറിച്ച്. ആ അനുഭവം, ആ പദ്ധതി എന്താണ് എന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിനായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് കർത്താവിന്റെ വാക്കുകൾ പറഞ്ഞത്, ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. കാരണം ദൈവഹിതം അറിഞ്ഞതുകൊണ്ട് ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള ചിന്ത ഉള്ളിൽ പരിപ്പാനിടയിക്കുന്നത് കൊണ്ട്, അതിനാൽ നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയുന്നു. ആകയാൽ അതിനായി സർവകൃപാലുവാകെ ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ക്രിസ്തുവിന്റെ ഹിതത്തെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ ഹിതത്തെ അറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സർവശക്തൻ നമ്മെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.